Hello everybody, I am G. Rajkumar, retired banker. കഴിഞ്ഞ ആഴ്ച ഒരുവിധം എല്ലാ ഇന്ത്യക്കാരും നന്നായി ഒന്ന് ചിരിച്ചു കാണും. താരിഫ്, റെസിപ്രോക്കൽ താരിഫ് എന്നിവയിൽ പലതും നിയമവിരുദ്ധമാണെന്ന് US അപ്പീൽ കോർട്ടും പറഞ്ഞപ്പോൾ, അതായത് താരിഫ് എന്നത് തീരുമാനിക്കാൻ US കോൺഗ്രസിന് മാത്രമേ അധികാരമുള്ളൂ, പ്രസിഡന്റ് ട്രംപിന് ഇല്ല എന്നാണ് കോടതി വിധി. ഇനി സുപ്രീം കോടതിയിൽ കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താരിഫ് പിൻവലിച്ചാൽ അമേരിക്ക തകരും എന്ന വാദവുമായി ട്രംപ് കോടതികൾക്കെതിരെ ഒരുതരം ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇന്ന് മറ്റൊരു വിഷയം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സാങ്ഷൻ, US സാങ്ഷൻ എങ്ങനെ ഉണ്ടാകുന്നു, അതിനെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുന്നു. അധികം ഇതിനെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം എടുത്തത്. വെപ്രാളം പിടിക്കുമ്പോൾ സാമാന്യ ബുദ്ധി നശിക്കും എന്നത് ശരിയാണ്. പരസ്പര വിരുദ്ധമായ സിഗ്നലുകൾ US-ൽ നിന്നും അതിൻ്റെ അധികാരികൾ തരുന്നത് അതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. 2 ദിവസം മുമ്പ് മോഡി നല്ല ഫ്രണ്ടാണെന്നും ഇന്ത്യയുമായി ഒഴിച്ചുകൂടാനാവാത്ത ബന്ധമാണെന്നും പറഞ്ഞപ്പോൾ മഞ്ഞുരുകുന്നതിൻ്റെ ലക്ഷണമായി എല്ലാവരും കണ്ടു. എന്നാൽ ഇന്ന് വീണ്ടും താരിഫ് കൂട്ടാനോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും സാങ്ഷൻ ചെയ്യാനും ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു റിപ്പോർട്ട് വരുന്നു. ഏതെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾ തെറ്റിച്ചാൽ സാങ്ഷൻ ഏർപ്പെടുത്താൻ US സെക്യൂരിറ്റി കൗൺസിൽ പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അല്ലാതെ അമേരിക്കയ്ക്ക് ഒരു പവറും ഇല്ല എന്നതാണ് വസ്തുത. പിന്നെ അവർ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നതാണ് എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യം. അത് ഒരു 3 പ്രധാന കാര്യങ്ങൾ മുഖേന ഞാൻ അതിൻ്റെ വാദം തുടരുകയാണ്. ഒന്ന്, ഏതാണ്ട് 60-70% ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അടുത്ത് 60-70% ബില്ല് ചെയ്യുന്നത് US ഡോളറിലാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയും UAE-യുമായി നടക്കുന്ന ട്രേഡിന് പോലും ഇൻവോയ്സ് അഥവാ ബില്ല് US ഡോളറിൽ ആയിരിക്കാം. അത് US ഡോളർ ഒരു സ്റ്റേബിൾ കറൻസി ആയിട്ട് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നതിന് അതാണ് അതിൻ്റെ റീസൺ. US ഡോളറിൽ ബിൽ ചെയ്യുക എന്നാൽ സെല്ലർക്ക് വില US ഡോളറിൽ നൽകണം. ബയർ തങ്ങളുടെ കറൻസി കൊടുത്ത് US ഡോളർ വാങ്ങി സെല്ലർക്ക് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. ഇതിനായി എല്ലാ രാജ്യങ്ങളുടെയും മേജർ ബാങ്ക്സ്, US-ൻ്റെ മേജർ ബാങ്കുകളിൽ US ഡോളർ അക്കൗണ്ട് തുറക്കുകയാണ് പതിവ്. എല്ലാ ഇത് വർഷങ്ങളായിട്ട് ഉള്ള സിസ്റ്റമാണ്. അതായത് വ്യാപാരം US-മായി അല്ലെങ്കിൽ പോലും കറൻസി സെറ്റിൽമെൻറ്റിന് US ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് ചുരുക്കം. 2, ഈ പേയ്മെൻറ്റുകൾ നടത്തുന്നത് സ്വിഫ്റ്റ് വഴിയുള്ള കോഡഡ് മെസ്സേജ് വഴിയാണ്. സ്വിഫ്റ്റ് എന്നാൽ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നാണ്. ലോകത്തെ 200 രാജ്യങ്ങളിലെ ഏതാണ്ട് 11,000-ൽ പരം മെമ്പർ ബാങ്കുകളുടെയും കൂടിയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സ്വിഫ്റ്റ്. പഴയകാല ടെലക്സ് പോലെ ഫോറിൻ ട്രേഡ് കൈകാര്യം ചെയ്യുന്ന എല്ലാ മെമ്പർ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലും ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴിയാണ് ട്രാൻസാക്ഷൻ മെസ്സേജ് അയക്കുക, കോഡഡ് മെസ്സേജ് അയക്കുക. ഈ സ്വിഫ്റ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബൾഗേറിയ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ്. എങ്കിലും അതിൻ്റെ ഓപ്പറേഷണൽ ചുമതല, ഭരണ ചുമതലയെന്നോ ഓപ്പറേഷണൽ ചുമതലയോ US-ഉം യൂറോപ്യൻ ബാങ്കുകളുടെയും സെൻട്രൽ ബാങ്കുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് അത് നടത്തുന്നത്. 3, ഒരു സ്റ്റേബിൾ കറൻസി എന്ന നിലയ്ക്ക് എല്ലാ രാജ്യങ്ങളുടെയും ഫോറിൻ കറൻസി റിസർവിൻ്റെ ഏതാണ്ട് 60%-ഓളം US ഡോളറിൽ ആണ് എന്നാണ് കണക്ക്. ഇത് അമേരിക്കൻ ട്രഷറി ബോണ്ടിൽ ഉള്ള നിക്ഷേപമാണ്.
എല്ലാ രാജ്യങ്ങൾക്കും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട്. ഇന്ത്യയും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പീസിലായിരിക്കും, അമേരിക്ക ഡോളറിലായിരിക്കും. അപ്പം എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ ട്രഷറിയിലെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഈ റിസർവ് എന്ന് പറയുന്നത്. ഒരു തരത്തിൽ അത് അമേരിക്കയുടെ ബോറോയിങ് ആണ് എന്നതാണ് വേറൊരു വസ്തുത. മേൽപ്പറഞ്ഞ 3 തുറുപ്പുചീട്ടുകൾ വഴിയാണ് അമേരിക്ക ഇല്ലീഗലായി, അതായത് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് റഷ്യയ്ക്ക് മേൽ സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് US അക്കൗണ്ടിൽ കൂടിയുള്ള ട്രാൻസാക്ഷൻ തടഞ്ഞുകൊണ്ടും സ്വിഫ്റ്റിൻ്റെ കണക്ടിവിറ്റി ക്യാൻസൽ ചെയ്തുകൊണ്ടും റഷ്യയുടെ ഫോറക്സ് റിസർവ് ഫ്രീസ് ചെയ്തുകൊണ്ടും ഈ 3 രീതിയിലാണ് അവർ റഷ്യക്കെതിരെ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ചെറുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യ ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ആദ്യമായി സ്വിഫ്റ്റിന് പകരമായി ഒരു നെറ്റ്വർക്ക് ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്യുക. ഓപ്റ്റിക് ഫൈബർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആയതിനാൽ അത്ര പ്രയാസമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. US ഡോളറിന് പകരം റുപ്പിയിലോ മറ്റേ രാജ്യത്തിൻ്റെ കറൻസിയിലോ ബില്ലിംഗ് നടത്തുക, ഡോളർ അവോയ്ഡ് ചെയ്തുകൊണ്ട്. റുപ്പിയിൽ ആണെങ്കിൽ ആ രാജ്യത്തെ ബാങ്ക് ഒരു ഇന്ത്യൻ ബാങ്കിൽ റുപ്പി അക്കൗണ്ട് തുടങ്ങുക, തിരിച്ചാണെങ്കിൽ അവിടെ അവരുടെ കറൻസിയിൽ ഒരു ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, റിവേഴ്സ് പ്രോസസ്സ്. ഈ ഗ്രൂപ്പിൽ, അതായത് ബ്രിക്സിൻ്റെ ഈ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ എക്സ്പാൻഡഡ് ഗ്രൂപ്പിലോ ആക്റ്റീവായി 15-20 രാജ്യങ്ങൾ, ഒരുവിധം വലിയ രാജ്യങ്ങൾ ചേർന്നാൽ ഒരക്കൗണ്ടിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന കറൻസി മറ്റുള്ളവർക്ക് സെല്ല് ചെയ്ത് ഈ കറൻസികൾക്കും ഡിമാൻഡ് വരുത്താം. അത് പറയാനുള്ള കാരണം റഷ്യയും ഇന്ത്യയുമായി ഇന്ത്യൻ റുപ്പീസിൽ ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യാറുണ്ടായിരുന്നു ഓയിൽ ഇമ്പോർട്ടിന്. അപ്പോൾ റഷ്യയിലേക്കുള്ള എക്സ്പോർട്ട്, ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്കുള്ള എക്സ്പോർട്ട് കാര്യമായിട്ടില്ലാത്തതിനാൽ ഈ അക്കൗണ്ടിൽ കണ്ടമാനം ഇന്ത്യൻ റുപ്പി അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ മേലാതാകുന്നു. ആ പ്രോബ്ലം തരണം ചെയ്യാനാണ് പറഞ്ഞത്. 10-15 കൺട്രീസ് ഉണ്ടെങ്കിൽ ഇന്ത്യ വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ആ രാജ്യത്തിന് ഇന്ത്യൻ റുപ്പി ആവശ്യമാകും. അപ്പോൾ റഷ്യക്ക് ഇവരുടെ അക്യുമുലേറ്റഡ് റുപ്പി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് ഡോളറിൽ ഇങ്ങനെയാണ് ഡോളറിന് ഡിമാൻഡ് കൂടിയിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഡോളർ വേണമെന്ന് പറയുന്നതുകൊണ്ടാണ് അവരുടെ കറൻസിക്ക് ഡിമാൻഡ് കൂടുന്നതും ഒരു സ്റ്റേബിൾ കറൻസി ആയിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഇത് ഇങ്ങനെ 3 സ്റ്റെപ്പ് കൊണ്ട് ഡോളറിനുള്ള ഡിമാൻഡ് കുറയുകയും മറ്റ് കറൻസികൾക്ക് ഡിമാൻഡ് കൂടുകയും ചെയ്യാം. ഈ ഡോളറിൽ ഉള്ള ഫോറിൻ കറൻസി റിസർവ് തനിയെ കുറയും. ഇപ്പോൾ നിലവിലുള്ളത് പിൻവലിക്കുകയും ചെയ്താൽ പിന്നെ അമേരിക്കയ്ക്ക് സാങ്ഷൻ മറ്റുള്ള രാജ്യത്തിൻ്റെ മുകളിൽ ഏർപ്പെടുത്താൻ സാധിക്കുകയില്ല. ഈ ഇപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ ഉത്തരം അതും ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.